ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ ഗബ്രിയും സിബിനും ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു വരികയാണ്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇതുവരെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയാണ്. പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി ആണ് ഇനി അങ്ങോട്ടുള്ള വീക്കുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ജൂൺ 8-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗബ്രിയും സിബിനെയും ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തുപോയ ഗബ്രി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗബ്രി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ ജാസ്മിനോടുള്ള പ്രതികരണം എന്തായിരിക്കും, ബിഗ് ബോസ് ഹൗസിൽ ഗബ്രി എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ള കാര്യം കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഗബ്രിയുടെ വരവാണ് ആദ്യമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് ഒരുപാട് പേര് കാണാൻ കാത്തിരിക്കുന്നത് സിബിനെയാണ്. സിബിന്റെ പുറത്താക്കലിനോടനുബന്ധിച്ച് വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ. ബിഗ് ബോസിൽ പങ്കെടുത്ത പഴയ പല കണ്ടസ്റ്റൻസും സോഷ്യൽ മീഡിയയിൽ ഇതിനോടനുബന്ധിച്ച് തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് വലിയ കോൺട്രവേഴ്സിയിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും സിബിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇനി വരുമോ, എന്തൊക്കെയായാലും സിബിൻ വരുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം വരുമെന്ന് തന്നെയാണ്. കാരണം സിബിൻ ഇപ്പോൾ ബിഗ് ബോസിന്റെ കോൺട്രാക്റ്റിലാണ്. തീർച്ചയായിട്ടും ഈ സീസൺ കഴിയുന്നത് വരെയെങ്കിലും ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതായി ണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സിബിൻ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു എൻട്രി തന്നെയാണ് സിബിൻ്റെതും. അപ്പോൾ രണ്ടുപേരെയാണ് മെയിൻ ആയിട്ട് ആളുകൾ കാത്തിരിക്കുന്നത്. പിന്നീട് പഴയ പുറത്തുപോയ എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രിയുടെ രൂപത്തിൽ വരികയാണ് എന്നാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം. ജൂൺ 8-ാം തീയതി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ജൂൺ 8-ാം തീയതിയോടുകൂടി ബിഗ് ബോസിന്റെ സെറ്റിലെത്താനായിട്ട് എല്ലാ പഴയ കണ്ടസ്റ്റൻസിനും ഇൻഫർമേഷൻസും കാര്യങ്ങളും കൊടുക്കും. എന്നിട്ട് ജൂൺ 9-ാം തീയതിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പഴയ കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ജൂൺ 9-ാം തീയതി മുതൽ ഷൂട്ട് ചെയ്യും. ജൂൺ 10-ാം തീയതി മുതൽ ഉള്ള എപ്പിസോഡിൽ നമുക്കിത് കാണാൻ സാധിക്കും. എപ്പിസോഡിലും ലൈവിലുമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം 5 ദിവസം നീണ്ടു നിൽക്കുന്ന പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി ആണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കാരണം 25ഓളം കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സീസണിൽ പങ്കെടുത്തത്. അപ്പൊ തീർച്ചയായിട്ടും ഇവരെല്ലാവരും 2-3 പേരൊക്കെ ഒന്നിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറിയാലും ഈ പറയുന്ന 5 ദിവസം എന്തായാലും പിടിക്കും. അപ്പോൾ ജൂൺ 15-ാം തീയതി വരെയുമാണ് ഈ പറയുന്ന പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി ബിഗ് ബോസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജൂൺ 15-ാം തീയതി വരെയും ആയിരിക്കും ഈ പറയുന്ന പഴയ കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രി നമുക്ക് എപ്പിസോഡിലും ലൈവിലുമായിട്ട് കാണാൻ സാധിക്കുന്നത്. 15-ാം തീയതി അവർക്ക് ഡ്രൈ ഡേ ആയിരിക്കും. കാരണം 14 വരെയും ഷൂട്ട് ചെയ്ത കാര്യങ്ങളാണ് 15 നമ്മൾ എപ്പിസോഡിലും ലൈവിലും കാണുന്നത്. 15-ാം തീയതി ബിഗ് ബോസിലെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഡ്രൈ ഡേ ആയിരിക്കും. അതിനു മുന്നേ ഈ പറയുന്ന പണപ്പെട്ടി ടാസ്കുകളെല്ലാം കണ്ടക്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തന്നെ പണപ്പെട്ടി വളരെ നേരത്തെ വരാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അടുത്ത ആഴ്ച ടാസ്കുകൾ അല്ലാതെ വേറെ ഒരു പരിപാടികളും ബിഗ് ബോസിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച പണപ്പെട്ടി കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 15-ാം തീയതി ഡ്രൈ ഡേ, 16-ാം തീയതി ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെ. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്